ഈസ്റ്റ് വേണ്ട, ബേക്കിംഗ് സോഡ വേണ്ട. മാവ് മിക്സിയിൽ അരക്കുന്ന സമയത്ത് ഇതുകൂടി ചേർത്ത് ഒന്ന് അരച്ച് ഇതുപോലൊരു പാലപ്പം ഒന്ന് റെഡിയാക്കി നോക്കൂ. നല്ല ഹോളോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി പാലപ്പമാണ് കേട്ടോ. നല്ല രുചിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൂപ്പർ കോംബോ ഒരു സിമ്പിൾ മുട്ടക്കറി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. റേഷൻ പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം. ഇനി നമ്മളിത് കഴുകാനൊന്നും പോണില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നന്നായിട്ട് കഴുകാൻ നോക്കുക. ഇതിൻ്റെ കൂടെ നമ്മളൊരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും അതേ അളവിൽ തന്നെ ചോറെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് 2 ടീസ്പൂൺ ഉഴുന്നാണ് കേട്ടോ. സാധാരണയായിട്ട് ഉഴുന്ന് ചേർത്ത് റെഡിയാക്കുന്ന പാലപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരൊറ്റ തവണ ഇതൊന്ന് ചെയ്ത് നോക്കൂ. കൂടുതലൊന്നും വേണ്ട. 1 കപ്പിന് 1 ടീസ്പൂൺ എന്ന കണക്കിനെടുത്താൽ മതി. നന്നായിട്ട് കഴുകി അതുകൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇത് ചേർത്തിട്ട് റെഡിയാക്കുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ പാലപ്പത്തിന് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ്. ഇനി നമ്മൾ ചേർത്തത് 1/2 കപ്പോളം തേങ്ങയുടെ വെള്ളമാണ്. കൂടെ ഒരു 2 കപ്പ് പച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് കുതിർത്തെടുക്കണം. വെള്ളം ഇങ്ങനെ മുകളിൽ നിന്നോട്ടെ കേട്ടോ, എങ്കിലും എല്ലാം നല്ല രീതിയിൽ കുതിർന്ന് കിട്ടുള്ളൂ. ഇതൊക്കെ സാധാരണയായിട്ട് നമ്മൾ അരക്കുന്ന സമയത്താണ് ചോറും തേങ്ങയൊക്കെ ചേർക്കുന്നത്. ഇന്ന് നമ്മൾ റെഡിയാക്കുന്ന പാലപ്പത്തിന് ആദ്യം തന്നെ ആ ഒരു അരി കുതിർക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മറക്കരുത്. ഏകദേശം ഒരു 5 മണിക്കൂർ കേട്ടോ ഞാൻ കുതിർത്തെടുത്തത്. ഇനി നമുക്കിത് നേരെ മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ചേർക്കാം. വെള്ളം കൂടി കോരിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ ഈ ഒരു 2 കപ്പ് വെള്ളത്തിലോട്ട് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഈ ഒരു മാവൊന്ന് അരച്ചെടുത്തത്. പാലപ്പത്തിൻ്റെ മാവ് എല്ലാവർക്കും അറിയാമല്ലോ, ചെറിയ രീതിയിലൊന്ന് കട്ടി ഉണ്ടാവില്ലേ. അപ്പോൾ അതാ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാവെള്ളവും ഉഴുന്നൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ഈസ്റ്റിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഡെയിലി പാലപ്പം റെഡിയാക്കിക്കൂടെ. മറ്റത് നമ്മളിങ്ങനെ ഈസ്റ്റൊക്കെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമാണല്ലേ. പിന്നെ ആരും ടെൻഷൻ ആവേണ്ട, ഡെയിലി നമുക്ക് പാലപ്പം ഇഷ്ടം പോലെ കഴിച്ചോളൂ. അപ്പോൾ നമ്മളിതാ ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തും നല്ല ഫൈനായിട്ടങ്ങ് അരച്ചെടുത്തു. ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അത് കൂടി ഒന്ന് ഷേക്ക് ചെയ്യാണ്. ഇനി ഒരു തവിയോ സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഒരു 5-6 മണിക്കൂർ ആകുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, അതല്ലാതെ തന്നെ നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി പാലപ്പം റെഡിയാക്കാനായിട്ട് ഈസ്റ്റ് വേണമല്ലോ എന്ന് കരുതിയിട്ട് ആരും ടെൻഷൻ ആവേണ്ട. ഈസ്റ്റ് ഇല്ലാതെ ഉഴുന്നും തേങ്ങാവെള്ളമൊക്കെ ചേർത്തിട്ട് ഈ ഒരു പാലപ്പം ഒന്ന് റെഡിയാക്കി നോക്കൂ. നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 6 മണിക്കൂറൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ചൂടായത് കാരണം തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നല്ല രീതിയിൽ ബബിൾസും വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു തവി വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിലിപ്പോൾ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, കണ്ടോ. നല്ല ബബിൾസൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊങ്ങി നിറഞ്ഞ് ഒലിക്കുക അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. നല്ല ഉഷാറായിട്ട് പാലപ്പം കിട്ടിയാൽ പോരെ. കണ്ടല്ലോ, ഈസ്റ്റ് ഇട്ടാൽ നന്നായിട്ട് പൊങ്ങിയൊക്കെ ഇതിൽ ഈ ഒരു കട്ടിംഗ് ബോർഡിലൊക്കെ ഒലിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഉഷാറായിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആരോഗ്യം കൂടി നമ്മളൊന്ന് നോക്കുക, കണ്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കേണ്ട ഒരു ആവശ്യം തന്നെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു തിക്കായിട്ടുള്ള മുട്ടക്കറി നമുക്ക് റെഡിയാക്കാം. നല്ല ചൂടുള്ള പാലപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും നൈസ് പത്തിരിക്കൊക്കെ പറ്റിയ സൂപ്പർ കോംബോ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിലോട്ട് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, ഒരു 2 ഗ്രാമ്പൂ ചേർക്കുന്നുണ്ട്. ഇവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഇതിലോട്ട് നമുക്കൊരു 3 സവാള നന്നായിട്ട് കനം കുറച്ചരിഞ്ഞത് ചേർക്കുകയാണ്.
അതാ ഈ ഒരു സവാള പെട്ടെന്ന് തന്നെ ഒന്ന് കുഴഞ്ഞ് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതങ്ങ് കുഴഞ്ഞ് സോഫ്റ്റ് ആയി കിട്ടും. ചെറിയ രീതിയിൽ ഇതാ കളറും ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ഒരു പച്ചമുളക്, അതുപോലെ തന്നെ 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർക്കാം. കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളറായിട്ട് മാറും കേട്ടോ ഒന്ന് അടച്ച് വെക്കുമ്പോഴേക്കും. മുളക് ഞാനിവിടെ 1 ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് എരിവുള്ളൊരു കറിയല്ല. പാലപ്പത്തിനൊക്കെ പറ്റിയൊരു സൂപ്പറാണ്. ഒന്ന് ചെയ്ത് നോക്കണേ. ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയോടും ചതച്ച് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി നമ്മളിതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. എല്ലാം കുറേശ്ശെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു കറി നമ്മൾ റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറിക്ക് ഒരുപാട് കുത്തലോ ചൊവയൊന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിച്ചതും അതേ അളവിൽ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർക്കുകയാണ്. രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ ഒരുപാട് വലിയ തക്കാളി അല്ല, ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള തക്കാളി കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. തക്കാളിക്കൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. അങ്ങനെ ആവുമ്പോൾ ആവിക്കൊന്ന് കയറിയിട്ട് തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞ് കിട്ടിക്കോളും. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പാച്ചില വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കണ്ടല്ലോ, നന്നായിട്ട് അങ്ങ് ഉടഞ്ഞ് ഗ്രേവി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലോട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടികൾ നമ്മൾ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, എല്ലാം കുറഞ്ഞ അളവിലാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു നുള്ളു ഗരം മസാല കേട്ടോ. ഗരം മസാലയുടെ അളവ് ഒരിക്കലും കൂടണ്ട. ഓൾറെഡി നമ്മൾ നേരത്തെ ഏലക്കാപ്പട്ട ഗ്രാമ്പൂ മൂപ്പിച്ചിട്ടാണ് ഉള്ളി ഒന്ന് വാട്ടിയെടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/4 കപ്പ്, നമ്മൾ എത്രത്തോളം നമുക്ക് കറി വേണോ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. സിമ്പിൾ കറിയാണ്, നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു കറിക്ക്. മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തുന്ന ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ആ ഒരു തേങ്ങാപ്പാൽ കൂടി ചേർക്കുകയാണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒത്തിരി അങ്ങ് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മുട്ട പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ ഒരു 3 മുട്ടയാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഒരു മസാലയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മുട്ടയിലോട്ട് നന്നായിട്ട് കയറി കിട്ടും. തിളക്കുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല രുചിയാണ് ഈ ഒരു കറിക്ക്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരു തണ്ട് മല്ലിച്ചപ്പും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കാം. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ ഒരു മസാലയൊക്കെ ഇതിൻ്റെ മുകൾക്ക് ഇങ്ങനെ ജസ്റ്റ് അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഈ ഒരു ചൂടിൽ തന്നെ ഒന്നങ്ങോട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ മസാലയുടെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ മുട്ടയിലോട്ട് നന്നായിട്ട് കയറും. ഞാനിതാ ഒരു ഇച്ചിരി സമയം ഇതൊന്ന് അടച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ പാലപ്പൊക്കെ ചുട്ടെടുക്കാം. ആദ്യം കറി ഉണ്ടാക്കാൻ നോക്കണം. പിന്നെ ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കേട്ടോ. ചിലർക്ക് നല്ല മുരിഞ്ഞ പാലപ്പമാണ് ഇഷ്ടം, ചിലർക്ക് നല്ല സോഫ്റ്റ് പാലപ്പം. അപ്പം അതിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുമ്പോഴാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. കണ്ടല്ലോ, നമ്മൾ ബബിൾസൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ പാലപ്പത്തിൻ്റെ ചട്ടി അങ്ങ് ചൂടാക്കാൻ വെച്ചു. ചൂടായി വരുമ്പോൾ ഓരോ തവി ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. മാവ് നല്ല ടൈറ്റാണെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണേ. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഹോളൊക്കെ നല്ല ഉഷാറായിട്ട് എടുക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഈസ്റ്റ് ചേർത്ത് ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ നമുക്ക് നല്ല ഹോളോട് കൂടിയിട്ട് തന്നെ അത് നമ്മൾ തേങ്ങാവെള്ളവും ഉഴുന്നൊക്കെ ചേർത്ത് റെഡിയാക്കുമ്പോൾ കിട്ടും കേട്ടോ. ഉഴുന്ന് പൊതുവെ ആരും ചേർക്കാറില്ല, പക്ഷേ ഉഴുന്ന് ചേർക്കുമ്പോൾ നമ്മളെ പാലപ്പത്തിന് നല്ലൊരു ടേസ്റ്റും സ്മെല്ലൊക്കെയാണ്. ഹോളൊക്കെ നന്നായിട്ട് വന്നതിന് ശേഷം മാത്രം അങ്ങോട്ട് അടച്ചു കൊടുക്കുക. കണ്ടോ, ഉഷാറായില്ലേ. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് ഇളക്കുമ്പോഴേക്കും ഇത് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും. കണ്ടോ, ഇവിടെ ഇതുപോലെ നന്നായിട്ട് മുരിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ മുരിച്ച്. നിങ്ങൾക്ക് ഇത്ര മുരിക്കേണ്ട, നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ഇതെടുത്താൽ മതി. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ.
ഞാനിത് ചുറ്റിക്കുന്ന സമയത്ത് തന്നെ കാണുന്നുണ്ടാവും നന്നായിട്ട് ഹോളെടുത്ത് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇനി ഈസ്റ്റ് ചേർത്തിട്ട് ആരും ഇനി പാലപ്പൊന്നും റെഡിയാക്കണ്ട. തേങ്ങാവെള്ളവും ഉഴുന്നൊക്കെ ഉണ്ടെങ്കിൽ അതുപോരെ, പിന്നെ എന്തിനാ ഇനി ഈസ്റ്റൊക്കെ അല്ലേ. മറ്റത് നമുക്ക് എന്നും ഉണ്ടാക്കും ചെയ്യാം കേട്ടോ. ഇതാവുമ്പോൾ എന്നും ഉണ്ടാക്കാം. ഈസ്റ്റ് ആകുമ്പോൾ എന്നും ഉണ്ടാക്കിയാൽ നമ്മുടെ ആരോഗ്യത്തിന് അത്ര ഒരു ഗുണകരമല്ല. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. ഞാനിത് അവിടെ ഇങ്ങനെ മുരിച്ചാണ് കേട്ടോ എടുത്തത്. മുരിക്കേണ്ടാത്തവർക്ക് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും അങ്ങ് എടുത്ത് മാറ്റാം. എല്ലാം നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ചുട്ടെടുക്കാം. പഴയ കാലങ്ങളിലൊക്കെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാട്ടോ ഇതുപോലെ പാലപ്പൊക്കെ ചുട്ടിരുന്നത്. അപ്പോഴും നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ പാലപ്പം ഏകദേശം ഇവിടെ ചുട്ട് നിർത്തുകയാണ് കേട്ടോ. ബാക്കി നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ആവശ്യാനുസരണം ചൂടോട് കൂടിയിട്ട് ചുട്ട് കടിക്കാമല്ലോ. സംഭവം ഏതായാലും അടിപൊളിയായിട്ടില്ലേ. ഈസ്റ്റൊന്നും ചേർക്കാതെ നമ്മൾ റെഡിയാക്കിയെടുത്ത പാലപ്പം. ഇനി തേങ്ങയുടെ പകരം തേങ്ങാപ്പാൽ ചേർത്തിട്ടും മാവ് അരക്കുന്നവരുണ്ട് കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതികളാണ്. അപ്പോൾ പാലപ്പം ഇതുവരെ ശരിയാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതുപോലെ ഈസ്റ്റൊന്നും പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈസ്റ്റിന് പകരം തേങ്ങാവെള്ളവും ഉഴുന്നൊക്കെ ചേർത്തിട്ടൊന്ന് റെഡിയാക്കണേ. അപ്പോൾ നമ്മുടെ തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളിന്നിവിടെ മുട്ട കൊണ്ടുള്ള ഒരു തിക്ക് ഗ്രേവിയാണ് റെഡിയാക്കിയത്. അതിന് പകരം നമുക്ക് ചിക്കനോ ബീഫൊക്കെ വെച്ചിട്ടുള്ള കറി, മീൻ കറി ഒക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചട്നി ആയാലും നമ്മുടെ തേങ്ങ ചട്നി ഉണ്ടല്ലോ, അതെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പാലപ്പത്തിന്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിക്കണേ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും കാണട്ടെ, എല്ലാവരും ഉണ്ടാക്കട്ടെ നല്ല അടിപൊളി പാലപ്പം. നല്ല മൊരിഞ്ഞ പാലപ്പം കിട്ടാനായിട്ട് ആ ഒരു കറിയൊക്കെ റെഡിയാക്കി ചായയൊക്കെ റെഡിയാക്കി ഓരോന്നങ്ങനെ ചുട്ടെടുക്കുക. നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ ലെവലാണ് മക്കളെ. തിക്ക് കറിയും നമ്മുടെ പാലപ്പവും. ചിലർ ഈ പാലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് സെൻട്രലായിട്ട് അപ്പത്തിൻ്റെ സെൻട്രലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കില്ലേ. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാലും ആ ഒരു സൈഡ് എല്ലാവരും അങ്ങോട്ട് ഒഴിവാക്കിയിടും, സെൻറ്റർ അതിൻ്റെ നടുഭാഗം. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് മാവ് ഒഴിച്ചിട്ടല്ല, കനം കുറച്ചിട്ടാണ് പാലപ്പം ചുട്ടെടുത്തിട്ടുള്ളത്. കാരണം ഞാൻ കൈ വെച്ചിട്ട് പിച്ചെടുക്കുമ്പോൾ ആരെടുത്ത് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടില്ലേ. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ ഈസ്റ്റൊന്നും ചേർക്കാത്തതുകൊണ്ട്. പഴയ കാലങ്ങളിലൊക്കെ ഇതുപോലെ തേങ്ങാവെള്ളമൊക്കെ ചേർത്തിട്ട് തന്നെയാണ് പാലപ്പം റെഡിയാക്കിയിരുന്നത് കേട്ടോ. അതുതന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എവിടെയും ഫ്ലോപ്പ് ആവില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. കണ്ടോ, ഇത് ചൂടാറുമ്പോൾ നല്ല സോഫ്റ്റാണ്. ചൂടോടെ കഴിക്കാൻ നല്ല മുരിഞ്ഞിട്ടുമാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.